2022-23 വർഷങ്ങളിലെ സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ വിതരണം ചെയ്തു. 24 ഫ്ലവേഴ്സിനും 10 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ 24 ഫ്ലവേഴ്സിനും നേട്ടം. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ എന്ന പ്രഭാത വാർത്താ ഷോയിലൂടെ 2022 മികച്ച അവതാരകനായി തിരഞ്ഞെടുക്കപ്പെട്ട 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് വേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വി അരവിന്ദ് പുരസ്കാരം ഏറ്റുവാങ്ങി. അരസിൽ ഗലാട്ടയിലൂടെ 2023 മികച്ച അവതാരകനുള്ള പുരസ്കാരവും വി അരവിന്ദ് ഏറ്റുവാങ്ങി. മികച്ച കോമ്പിയർ ആങ്കർ വാർത്തേതര പരിപാടി അരവിന്ദ് വി, പരിപാടി അരസിയൽ ഗലാട്ട. മികച്ച വാർത്താവതരണത്തിനുള്ള സുപ്രധാന പുരസ്കാരം 2 വർഷവും 24 തന്നെ. 2022 പുരസ്കാരം സീനിയർ ന്യൂസ് എഡിറ്റർ അനുജ രാജേഷും 2023 പുരസ്കാരം ചീഫ് സബ് എഡിറ്റർ പ്രജിൻ സി കണ്ണനും സ്വീകരിച്ചു. മികച്ച വാർത്താവതാരകൻ പ്രജിൻ സി കണ്ണൻ. മികച്ച വാർത്താവതാരക അനുജ രാജേഷ്. കറന്റ് അഫയേഴ്സ് വിഭാഗത്തിൽ അവതരണത്തിനുള്ള പ്രത്യേക ജൂറി അവാർഡ് 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണൻ ഏറ്റുവാങ്ങി. പ്രത്യേക ജൂറി പരാമർശം കറന്റ് അഫയേഴ്സ് ആങ്കർ കെ ആർ ഗോപികൃഷ്ണൻ. അഭിമുഖത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് സമ്മാനിച്ചു. പ്രത്യേക ജൂറി പരാമർശം അഭിമുഖകാരൻ ദീപക് ധർമ്മടം. ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്ത അമ്മേ ഭഗവതിയുടെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം സീനു രാഘവേന്ദ്രയും സൂസു സുരഭിയും സുഹാസിനിയും പരമ്പരയിലൂടെ മികച്ച രണ്ടാമത്തെ നടിയായി അനുക്കുട്ടിയും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മികച്ച രണ്ടാമത്തെ നടി അനുമോൾ ആർ എസ്. സൂസു സുരഭിയും സുഹാസിനിയുമാണ് മികച്ച രണ്ടാമത്തെ ടെലി സീരിയൽ. അമ്മേ ഭഗവതിയിലെ പ്രകടനത്തിലൂടെ നന്ദകുമാറാണ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അംഗീകാരം ഏറ്റുവാങ്ങിയത്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആൺ നന്ദകുമാർ ജിയ, പരിപാടി അമ്മേ ഭഗവതി. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 പുരസ്കാരം ദൂരദർശൻ മുൻ പ്രോഗ്രാം ഡയറക്ടർ ബൈജു ചന്ദ്രന് സമ്മാനിച്ചു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. 24 തിരുവനന്തപുരം.